കുറേ ദിവസമായില്ലേ നമ്മൾ ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് മുരിങ്ങാക്കോല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് മുരിങ്ങാക്കോല് നമ്മൾ ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ നോക്കാം, നമുക്ക് അറിയുന്ന പോലെ അങ്ങ് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു 5-6 മറ്റേ മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നല്ല നാടൻ മുരിങ്ങാക്കോലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അധികം ഇങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ കട്ടിംഗ് ഒക്കെയാണ് കുറച്ച് ടാസ്ക്. ഞാനാണെങ്കിൽ ഒരു 2 വലിയ ഉള്ളി, ഒരു ചെറിയൊരു ടൊമാറ്റോ, പിന്നെ 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഇല നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പം ഞാനിതിൽ നിന്നൊരു 5 ഇല ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ നാട്ടിൽ ഇതിന് ബസള എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടാം. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഒരു 10-15 ബദാമും കൂടി കുതിർത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ എടുത്ത് വെച്ച ഇപ്പോൾ 4-5 ഇലയും പിന്നെ ബദാമും പിന്നെ കുറച്ച് ഉള്ളിയും പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളുത്തുള്ളി പിന്നെ കടുകൊക്കെ ഇട്ടിട്ട് പിന്നെ ഉള്ളി നമ്മൾ മുറിച്ച് വെച്ച എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു ഒരു കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങാക്കോലും കൂടി ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് വറ്റിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ഇങ്ങനെ കറി ഗ്രേവി ഒന്നും ആക്കാണ്ട് എനിക്കിങ്ങനെയാണ് ചെയ്യാനിഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ആക്കിയത് കൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയത്ത്. പിന്നെ ഇവിടെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് തൈര്, പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മുരിങ്ങാക്കോല്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചോറ് വേവിക്കുന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ. കുറേ ദിവസമായില്ലേ നമ്മൾ ഈ കുക്കിംഗ് വീഡിയോ